വീട്ടിനകത്ത് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടത്. വീട്ടിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വമുള്ളത് അവിടുത്തെ പിതാവിനും മാതാവിനുമാണ്. അവരാണ് വീട്ടിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ. ഇസ്ലാമിന്റെ നിയമമനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ച് വീട്ടിന്റെ നേതൃത്വവും സാമ്പത്തിക ബാധ്യതയും വരുന്നത് പുരുഷനാണ്. സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവിന്റെ കീഴിൽ അദ്ദേഹത്തെ അനുസരിച്ച് വീട്ടിന്റെ ആഭ്യന്തരമായ കാര്യങ്ങൾ കൊണ്ടു നടക്കേണ്ടവളാണ് സ്ത്രീ. ഒരു തൊഴിൽ വിഭജനം പോലെ രണ്ടു കൂട്ടർക്കും ഏരികൾ നിശ്ചയിച്ച് അല്ലാഹു റസൂൽ നൽകി. പുരുഷനെ സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്നത് വളരെ ഗൗരവമുള്ള ഉത്തരവാദിത്വം എന്ന നിലക്കാണ്. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടുംബത്തിന്റെ നേതൃത്വം പുരുഷനാണ് എന്ന് പറയുമ്പോൾ ആ നേതൃത്വം നിർവഹിക്കാൻ ആവശ്യമായ യോഗ്യതകൾ അയാൾക്കുണ്ടായിരിക്കണം. രണ്ടു തരത്തിലുള്ള യോഗ്യതകളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന്, ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദ്, ചിലർക്ക് ചിലരേക്കാൾ സവിശേഷത പ്രത്യേകത നൽകിയതുകൊണ്ട്, അഥവാ സ്ത്രീയേക്കാൾ ചില പ്രത്യേകതകൾ, നേതൃത്വപരമായ പ്രത്യേകതകൾ, ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ അല്ലാഹു പുരുഷന് നൽകിയിട്ടുണ്ട്. അത് സ്ത്രീകൾ അംഗീകരിച്ചേ പറ്റും. പുരുഷൻ അങ്ങനെ നൽകിയിട്ടുണ്ട്. അത് പുരുഷൻ മനസ്സിലാക്കുകയും വേണം. അതാണ് ഒരു കാര്യം ഖുർആൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, അവർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ട്, അഥവാ മഹർ കൊടുക്കേണ്ടത് പുരുഷനാണ്, കൊടുക്കുന്നത് പുരുഷനാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ചെലവുകളും, ആ വീട്ടിന്റെ സാമ്പത്തിക ചെലവുകൾ പുരുഷന്റെ ഉത്തരവാദിത്തത്തിലാണ്, ഉത്തരവാദിത്തമാണ്. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിനുള്ള നിലപാടുകൾ അള്ളാഹു എടുക്കും. സംസാരങ്ങളൊക്കെ നടന്നതിന് അള്ളാഹു റസൂലിക്ക് പറഞ്ഞത്, റസൂൽ പറയുന്നത്, ഒരു മനുഷ്യന് പരലോകത്തിൽ കുറ്റമായി മാറാൻ, ഒരു പാപമായി മാറാൻ, അയാൾ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക എന്നത് തന്നെ പരലോകത്ത് നരകത്തിൽ പോകാൻ കാരണമാകുമെന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ്. പുരുഷന്മാർ ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നതിൽ വരുന്ന വീഴ്ച, ബോധപൂർവം വരുത്തുന്ന വീഴ്ചകൾ, അതിനുവേണ്ടി അധ്വാനം നടത്താതെ അലസമായി ഇരിക്കുന്നത് പരലോകത്ത് വിചാരണയ്ക്ക് വരുന്ന വിഷയമാണ് എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. എന്നാണ് പാപമാണ്. പരലോകത്തിൽ വിചാരണയ്ക്ക് വരുന്ന പാപമായിട്ട് പരിഗണിക്കുമെന്നാണ്. ആ പുരുഷനുള്ള ഉത്തരവാദിത്വം പുരുഷൻ നിർവഹിച്ചേ പറ്റും. അത് നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അതിന് ശിക്ഷ ലഭിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ ഒരു പുരുഷൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാ ഹഖ്ഖു സൗജതിഹി അഹദിനാ അലൈഹി. റസൂലിനോട് ചോദിക്കുന്ന ചോദ്യമില്ല, ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്താണ്, ഞങ്ങളുടെ ബാധ്യത എന്താണ് റസൂലേ എന്ന് ചോദിച്ചു. ഇസ്ലാമിനെ പറ്റി പഠിച്ചു വരുന്ന കാലമാണ്, സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും. റസൂലേ പറഞ്ഞ മറുപടി, ഇതാ താഴ്ന്ന നീ ഭക്ഷണം ഉണ്ടാൽ, ആഹാരം കഴിച്ചാൽ
അവിടെയും കൂട്ടണം. ഒന്നാം റസൂൽ പറഞ്ഞത്. രണ്ടാമത്തെ നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാപ്തി നിനക്കുണ്ടെങ്കിൽ അവൾക്ക് വന്ന് വാങ്ങിക്കൊടുക്കണം. അവളുടെ മുഖത്ത് അടിച്ചു പോകരുത്. അവളെ ചീത്ത വിളിക്കരുത്, വഷളാക്കി കളയരുത്. വീട്ടിൽ നിന്നല്ലാതെ അവളോട് പിണങ്ങി നിൽക്കാൻ പാടില്ല, തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 5 കാര്യങ്ങളാണ് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ചോദ്യത്തിന് റസൂൽ പറഞ്ഞ മറുപടിയിൽ ഒന്ന് നീ ഭക്ഷണം കഴിച്ചാൽ അവിടെയും ഭക്ഷണം. ഇത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഒരു പുരുഷൻ തന്റെ വീട്ടിലെ അംഗങ്ങൾക്ക്, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് എന്നാണ് റസൂൽ പറയുന്നത്. നീ ആ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അത് വാങ്ങി കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം. വളരെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണിത്. ഒരു പ്രകൃതിയുള്ള സ്വഭാവം പോലെ നടത്തുന്ന കാര്യമാണ്. പുരുഷന്മാർക്ക് ഭക്ഷണത്തിന്റെ സാധനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നത് പുരുഷന്റെ ബാധ്യതയാണ്. സ്ത്രീക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ പോലും നിയമപരമായിട്ടും ഉത്തരവാദിത്വമില്ല. നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സൗകര്യം ഉണ്ടെങ്കിൽ പോലും നിയമപരമായിട്ട് അവൾക്ക് അവരുടെ വീട്ടിന്റെ ചെലവ് നടത്താൻ ഒരു ബാധ്യതയും ഉത്തരവാദിത്വം ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അവളുടെ പണം ഒന്നും ചെലവഴിക്കാതിരുന്നാലും അവൾക്കും ചെലവിന് കൊടുക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്. അത് പുരുഷന്റെ ഒരു ജോലിയാണ്. അതിനാണ് പുരുഷനെ അള്ളാഹു നമ്മൾ പറയുന്നത് ഒരാണാക്കി പടച്ചത്. അതിനാണ് അതിനുള്ള പ്രകൃതി, ശാരീരിക, മാനസിക അവസ്ഥകളും കായിക ശേഷിയൊക്കെ പുരുഷന് നൽകിയത് അധ്വാനിച്ച് കുടുംബം നോക്കാനാണ്. അത് പുരുഷന്റെ ജോലിയാണ്. അതാണ് ഖുർആൻ പറയുന്ന കാര്യം. ഇതിൽ റസൂൽ പറയുന്ന ഭക്ഷണം കഴിച്ചാൽ കഴിക്കണം, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ആശയമാണ്. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ചേർത്ത് പറയുന്ന ഒരു സംഗതി, വീട്ടുകാർക്ക് നല്ല ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരുടെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യമാണ്. പുരുഷന്മാരുടെ പൊതു സ്വഭാവത്തിൽ ഇന്നത്തെ രാജ്യത്ത്, ഇന്നത്തെ നാട്ടിൽ പുറത്തുനിന്ന് നന്നായിട്ട് ആഹാരം കഴിക്കാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ള ഒരു സാഹചര്യം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലതാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതൊക്കെ പുറത്തുനിന്ന് നന്നായിട്ട് കഴിക്കുകയും വീട്ടിലുള്ളവരെ തീരെ അവഗണിക്കുകയും ചെയ്യുന്ന ആ രീതി ഈ ഹദീസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചേർന്നില്ല, പരിഗണിക്കേണ്ട വിഷയമാണ്. അല്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. അത് റസൂൽ പറഞ്ഞത് ദമ്പതികൾക്കിടയിലുള്ള ബന്ധത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂടി ഒരു ഭാഗമായിട്ട് കൂടിയാണ്. അത് പരിഗണിക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ടാമത് പറഞ്ഞത് നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവളെയും വസ്ത്രം ധരിപ്പിക്കണം. ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതർത്ഥം നീ ധരിക്കുമ്പോൾ നിനക്ക് വേണ്ടി നീ നല്ലതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കും നല്ല വസ്ത്രമൊക്കെ വാങ്ങി കൊടുക്കാൻ പുരുഷന്റെ ബാധ്യതയാണ്. അതിന് ഉത്തരവാദിത്വമാണ്. അതിന് വിശദീകരണമൊന്നും ആവശ്യമില്ല. നമ്മളൊക്കെ നമ്മുടെ വീട്ടുകാരെ ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മുടെ സാമ്പത്തിക നില അനുസരിച്ച്, പുരുഷന്മാരുടെ സാമ്പത്തിക നില അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള മാന്യമായ വസ്ത്രം കാലത്തിനനുസരിച്ച്, അങ്ങനെ തന്നെയാണ് ഖുർആനിലെ അനുസരിച്ച് പ്രയോഗം, കാലത്തിനനുസരിച്ച് അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്. അതിന് പരിഭവം ഉണ്ടാകേണ്ടതില്ല. മൂന്നാമത് പറഞ്ഞത് മുഖത്തടിക്കരുത് എന്നാണ്. സ്ത്രീകളെ ന്യായമായി മടിക്കാം എന്നല്ല അതിന്റെ അർത്ഥം. ഒരു സംഭവം അങ്ങനെ സംഗതി വശാൽ സംഭവിച്ചാൽ പോലും അതൊരു ശിക്ഷ എന്ന നിലക്ക് അങ്ങനെ അടിക്കുന്ന ഒരു നിയമവും ഖുർആനിൽ നൽകിയിട്ടില്ല. മറിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ദാമ്പത്യത്തിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ അതൊരു ശിക്ഷയല്ല, ശിക്ഷണം. അവളെ നന്നാക്കി എടുക്കുക എന്ന സന്ദേശത്തോടു കൂടി ചിലരെന്തെങ്കിലും സംഭവിച്ചാൽ അത് തന്നെ അവളുടെ അഭിമാനമായ മുഖത്ത് തൊട്ടുപോകരുത് എന്നാണ്
അള്ളാഹു റസൂൽ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു വിപരീത വെച്ചത് പറയുന്നതിന് പരിധിയിൽ വളരെ മോശമായിട്ട് പെരുമാറുന്ന പുരുഷന്മാരുണ്ട്. ചില ആളുകളൊക്കെ ധരിക്കുന്നത് തന്റെ പൗരുഷത്തിന്റെ യോഗ്യതയും ലക്ഷണവും ഒക്കെ ഈ പാവം പെണ്ണുങ്ങളെ തല്ലുന്നതാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. വളരെ മോശമാണ്. റസൂൽ പറഞ്ഞ വാക്ക്, അള്ളാഹു റസൂൽ പറഞ്ഞ ശൈലി റസൂലാണ് ഈ പറയുന്നത്. പകല് ഭാര്യയെ തല്ലുകയും രാത്രി അവരുടെ കൂടെ ശയിക്കുകയും ചെയ്യാൻ നാണം നിലനിൽക്കുന്ന റസൂൽ. അത് നമ്മുടെ മലയാളത്തിൽ എങ്ങനെയൊക്കെ പറയുന്ന ആലോചിച്ചു. അള്ളാഹു റസൂൽ ആ ശൈലി വെച്ച് പറയുമോ? പകൽ അടിമയെ തല്ലുന്ന പോലെ അവളെ തല്ലുകയും രാത്രി അവരുടെ കൂടെ കിടന്നുകൊണ്ടാൻ നാണം നിൽക്കുന്ന റസൂൽ ചോദിച്ചത്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ വർഷങ്ങളുടെ പരിപാടിയാണെന്ന് റസൂൽ പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പറഞ്ഞത് വരാത്തേ അവളെ ചീത്ത വിളിക്കാൻ പാടില്ല. ഭാര്യയാണ് എന്തും ചെയ്യാമെന്നല്ല, ചീത്ത വിളിക്കാൻ പാടില്ല, വഷളാക്കാൻ പാടില്ല. അതിനെ വഷളാക്കട്ടെ, ചീത്തയാക്കട്ടെന്നൊന്നും പറയാൻ പാടില്ല. മാന്യമായിട്ട് ഭർത്താവ് പറഞ്ഞാൽ അങ്ങനെ വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ അത് സ്വകാര്യമായിട്ട് ഒറ്റയ്ക്ക് വിളിച്ച് പറയുകയല്ലാതെ കുട്ടികളുടെ മുമ്പിൽ വെച്ചോ ആളുകളുടെ മുമ്പിൽ വെച്ചോ അവളെ വഷളാക്കുക. അവരുടെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും പുരുഷന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അഞ്ചാമതൊരു കാര്യം പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ്. വീട്ടിൽ വെച്ചല്ലാതെ അവളോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. വീട്ടിൽ വെച്ചല്ലാതെ ഭാര്യയോട് തെറ്റാൻ പാടില്ല. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്യമാണ്. അവിടെ ഒരു ശിക്ഷണം നൽകി നന്നാക്കി എടുക്കുന്നതിന് ഭാഗമായിട്ട് കുറെ ഘട്ടങ്ങൾ പറയുന്നു. അതിലൊന്ന് പറയുന്നത് കിടപ്പറയിൽ അവളുമായിട്ട് പിണങ്ങി നിൽക്കുക. അത് അവൾ നന്നാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അവൾക്ക് പിടിച്ചേക്കി അത്തരം പിണക്കും അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അവർക്ക് ഷോക്കായി മാറാം. അതിന് തന്റെ കാണിക്കേണ്ടത് പുരുഷനാണ്. അത് കിടപ്പറയിൽ പിണങ്ങി നിൽക്കാം. കിടപ്പറയിൽ പിണങ്ങി നിൽക്കേണ്ടി വന്നാൽ പിണങ്ങി നിൽക്കണം. അത് അവൾ നന്നാക്കി നിൽക്കുന്നതിന് ഭാഗമാണ്. എന്നാൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവളോട് തെറ്റി നിൽക്കാൻ പാടില്ല. വീട്ടിലെ മറ്റംഗങ്ങളുടെ മുമ്പിൽ പിണങ്ങിയ സ്വഭാവം കാണിക്കാൻ പാടില്ല. ഒരു സദസ്സിൽ കൊണ്ടു ചെല്ലുമ്പോൾ കല്യാണമോ അതുപോലുള്ള പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അവിടെ വെച്ച് ഒരു പിണക്കവും അവളോട് പ്രകടിപ്പിക്കാൻ പാടില്ല. വീട്ടിനകത്ത് ബെഡ്റൂമിൽ മാത്രമേ പിണങ്ങി നിൽക്കാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് പിണങ്ങി നിൽക്കാൻ പാടില്ല. നമുക്ക് എത്ര ഉയർന്ന സംസ്കാരമാണ് അള്ളാഹു റസൂൽ നമ്മൾ പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു റസൂൽ പറഞ്ഞ വാക്ക് ചോദിക്കുന്നത്, അള്ളാഹു അള്ളാഹു റസൂലിന്റെ ഒരു ആത്മകഥം പോലെയുള്ള വാക്കാണ്. അള്ളാഹുവേ, രണ്ട് ദുർബലരായ വിഭാഗത്തിന്റെ കാര്യത്തിൽ ഞാൻ വല്ലാത്ത പ്രയാസം, മനക്ലേശം അനുഭവിക്കുന്നു. രണ്ട് ദുർബലരായ വിഭാഗത്തിന്റെ കാര്യത്തിൽ ഞാൻ വല്ലാത്ത മനപ്രയാസം അനുഭവിക്കുന്നു. ഒന്ന് അനാഥ മക്കൾക്ക് ഏതെങ്കിലും ദുർബലരാണ്, അവർക്ക് ഏത് പ്രയാസം വരുന്നതും എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ ദുർബലരാണ് സ്ത്രീകൾ. ദുർബലരാണ് സ്ത്രീകൾ. അവർക്ക് വരുത്തുന്ന പ്രയാസം എനിക്ക് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു എന്നാണ്. അവർ ദുർബലരാണ്. കാരണം കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് ഇയാളുടെ നിയന്ത്രണത്തിൽ ജീവിക്കാനാണ്. അങ്ങനെ ഇയാൾക്ക് മേൽക്കോയ്മ വരുന്നിടത്ത് അവരുടെ ദുർബലരാണ്. ആ അവസ്ഥ വെച്ച് നിങ്ങൾ അവരെ കരുതി പെരുമാറണം, മാന്യമായിട്ട് സംസ്കാരമായിട്ട് പെരുമാറണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് സ്ത്രീയുടെ ഭാഗത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവർക്കും ഇതേ ബാധ്യതകളുണ്ട്. തന്റെ ഭർത്താവ് തന്നെ നിയന്ത്രിക്കാൻ അധികാരമുള്ള വ്യക്തിയാണ്. ആ വീട്ടിന്റെ ഖുർആൻ പറയുന്നത് പുരുഷനാണ് സ്ത്രീകളുടെ നിയന്ത്രണാധികാരമുള്ളവർ. ആ വക വെച്ച് കൊടുക്കേണ്ടത് സ്ത്രീയുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഭാര്യയും ഭർത്താവ് തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയുന്ന നിങ്ങൾ ചില ശിക്ഷണ മുറകളൊക്കെ മര്യാദ പഠിപ്പിക്കുന്നത് സ്വീകരിച്ചിട്ട് അവൾ നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ
പിന്നെ മറ്റു മാർഗങ്ങളൊന്നും സ്വീകരിക്കാൻ അവർക്ക് പാടില്ല. അവിടെ ഉപയോഗിച്ച വാക്ക് അവൾ നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ, അനുസരണം വളരെ വ്യക്തമായിട്ടാണ് അനുസരണം സ്ത്രീയുടെ ബാധ്യതയാണ്. വിശദീകരിച്ചു, ഒരു അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരൊന്നും ആരെയും അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല, ഭർത്താവിനെയും അനുസരിക്കേണ്ടതില്ല. എന്നാൽ മഅറൂഫ് മര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഭർത്താവിനെ അനുസരിക്കാനുള്ള ബാധ്യതയും സ്ത്രീകളുടേതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ കാര്യങ്ങൾ നിർവഹിക്കാൻ, അതെല്ലാം കഴിഞ്ഞപ്പോൾ റസൂൽ അവരോട് ചോദിച്ചു, നീ ഭർത്താവ് കല്യാണം കഴിച്ചോളാമോ എന്ന് ചോദിച്ചു. മറുപടി റസൂലേ, അതെ. എങ്ങനെയാണ് കൈഫാനിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം, നീ അദ്ദേഹവുമായിട്ടുള്ള നിലപാടെന്താണ്? റസൂലേ, ഒരു വീഴ്ചയും ഞാൻ വരുത്താറില്ല അദ്ദേഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ. എനിക്ക് കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലാതെ കഴിയുന്ന ഒരു കാര്യത്തിലും ഞാൻ അദ്ദേഹത്തിന് സഹകരിച്ചു കൊടുക്കുന്നതിൽ, സേവനം ചെയ്തു കൊടുക്കുന്നതിൽ ഒരു വീഴ്ചയും ഞാൻ വരുത്താറില്ല. റസൂൽ പറഞ്ഞൊരു വാക്കാണ് ശ്രദ്ധിക്കുന്നത്, നീ ശ്രദ്ധിക്കുക, നീയും നിന്റെ ഭർത്താവ്, നീ അദ്ദേഹം തമ്മിലുള്ള ബന്ധം നീ നല്ലപോലെ ശ്രദ്ധിക്കുക. അദ്ദേഹം നിന്റെ സ്വർഗവുമാണ് നരകവുമാണ്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാകും, നരകത്തിലെത്തിക്കാൻ കാരണമാകും. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചു വേണം ഭർത്താവിനോട് പെരുമാറാൻ എന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു കാര്യമാണ്. പുരുഷന്റെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കണം, അത് അദ്ദേഹത്തിന്റെ ബാധ്യത, അത് അദ്ദേഹത്തിന് പരലോകത്ത് ചോദ്യം ചെയ്യുന്ന വിചാരണയ്ക്ക് വിഷയമാണ്. അതേപോലെ സ്ത്രീയോട് റസൂൽ പറയുന്നത്, നിന്റെ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കാൻ കാരണമാകുന്നതാണ് ഭർത്താവിനോട് നിന്റെ സമീപനവും പെരുമാറ്റവും ഇടപെടലും ഒക്കെ. അല്ലാഹു റസൂൽ പറയുമ്പോൾ നിങ്ങൾ ഒരു സ്ത്രീ 5 നേരവും മുറ തെറ്റാതെ കൃത്യമായി നമസ്കരിക്കുന്നു, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നു, അവൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുന്നു, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നു. എടുത്തു പറഞ്ഞത് ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവരോട് പറയാനായിട്ട് റസൂൽ പറയുന്നത്, പരലോകത്ത് അള്ളാഹു അവരോട് പറയും, സ്വർഗത്തിന്റെ ഏത് 8 കവാടങ്ങൾ, ഏത് കവാടത്തിൽ വരെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാം, അത്രയും ഒരു പെണ്ണ് ചെയ്യുന്നതോട് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു റസൂൽ നിയമമാക്കിയ നിർബന്ധങ്ങളൊക്കെ ചെയ്യുക. നമസ്കാരം, നോമ്പ്, സക്കാത്ത് കൊടുക്കാണെങ്കിൽ അതൊക്കെ ആ ബാധ്യതകളൊക്കെ നിർവഹിക്കുക. വീട്ടിനകത്ത് ഭർത്താവിനനുസരിച്ച് മാന്യമായിട്ടും മര്യാദയോടും ജീവിക്കുക. ഒരു പ്രശ്നവും ഇല്ലാതെ സ്വർഗത്തിന്റെ ഏത് കവാടത്തിന്റെയും അവർക്ക് കടന്നു പോകാം. ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ വീട്ടിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. ബോധപൂർവമായിരിക്കില്ല, ദുരുദ്ദേശവുമായിരിക്കില്ല. ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വീഴ്ചകളാണ്. നമ്മുടെ ആധുനിക സമൂഹവും സംസ്കാരവും നമ്മളിപ്പോൾ വലുതാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിബറൽ സംസ്കാരം ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പരിശുദ്ധ വീട്ടിനകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ ജീവിത മേഖലയിലേക്ക് കടന്നു വരുന്നിടത്തൊക്കെ ഈ പുതിയ സംസ്കാരം, ലിബറൽ സംസ്കാരം വലിയ പരിക്കുകൾ വീട്ടിൽ വരുത്തി വെക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ച പരിഹാരമല്ലാതെ വേറൊരു പരിഹാരവുമില്ല. ഒരു ദാമ്പത്യ ജീവിതത്തിലെ അച്ചടക്കവും പെരുമാറ്റവും ഒക്കെ വളരെ പ്രധാനമാണ്. അത് നിർവഹിക്കാൻ ബോധപൂർവ്വം പഠിച്ച് മനസ്സിലാക്കി വിധേയത്വവും നന്മയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ, 2 ഭാഗത്തും സഹകരിച്ച് ജീവിക്കാനുള്ള മര്യാദയും ബോധവും ഒക്കെ ഉണ്ടാവാൻ പടച്ചും അനുഗ്രഹിക്കണം. الحمد لله
لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹു സൂചിപ്പിക്കുകയും എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. വീട്ടിനകത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. പല കുടുംബങ്ങളെയും ശ്രദ്ധിച്ചു നോക്കിയാൽ കനത്ത കടബാധ്യത വന്ന് കുടുങ്ങി നിൽക്കുന്നത് നമ്മൾ കാണാൻ കഴിയും. പല വീടുകളും അങ്ങനെയാണ്. ആ കടബാധ്യത കൂട്ടാൻ വേണ്ടി മുതുക് ഞെരിയുന്ന രൂപത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന പുരുഷന്മാരെ കാണാം. നമ്മുടെ പല സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഗൾഫ് രാജ്യങ്ങളും സംസ്ഥാനത്തിന് പുറത്ത് കൂട്ടുപോക്കുക സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, കുടുംബം പോറ്റാൻ വേണ്ടി തന്നെയാണ്. കനത്ത പ്രയാസമാണ് അവർക്ക് സഹിക്കുന്നത്. ആ പ്രയാസത്തിന്റെ തന്നെയും തന്റെ മക്കളെയും പോറ്റാനാണ് തന്റെ ഭർത്താവ് പുരുഷൻ ഈ കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നത് എന്ന ബോധം ആ വീട്ടിനകത്തുള്ള സ്ത്രീകൾക്കില്ല എങ്കിൽ ആ വീട്ടിന്റെ സാമ്പത്തിക അന്തരീക്ഷം നന്നായി വരില്ല. കനത്ത കടബാധ്യതകൾ വരും, വന്നു ചേരുന്നവരെ നമുക്ക് കാണാം. എന്താ കാരണം? ഒരു സാമ്പത്തിക അച്ചടക്കം വീട്ടിനകത്ത് ഉണ്ടാകുന്നില്ല. ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. വീട്ടിനകത്ത് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. എന്താ സാമ്പത്തിക അച്ചടക്കം? വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കാൻ പഠിക്കുക. ഖനാഅത്ത് വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കാൻ പഠിക്കുക. വരുമാനം എത്രയാണോ അത് മനസ്സിലാക്കിയതിനും ചെലവഴിക്കേണ്ടതുണ്ട്. ഇത് രണ്ടു ഭാഗത്തും വീഴ്ചകളുണ്ടാവും. പുരുഷന്റെയും സ്ത്രീകളുടെയൊക്കെ ഭാഗത്തുണ്ടാവും. പക്ഷെ ചില വീടുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്നത്, നമ്മുടെയൊക്കെ വീട്ടിനകത്ത് നോക്കുന്നത്, പുരുഷന്റെ ഭർത്താവിന്റെ വീട്ടുകാരന്റെ വരുമാനം മനസ്സിലാക്കാതെ, അയാളുടെ കപ്പാസിറ്റി, അയാളുടെ തോത് എത്രയാണെന്ന് അളവ് നോക്കാതെ, അറിയാതെ നിർലോഭം പണം ചെലവഴിക്കുന്ന പല സ്ത്രീകളും വീട്ടുകാരുടെ കനത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വേഷങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ജാടകൾ ഒക്കെ ഉണ്ട് ഈ കാര്യത്തിൽ. അയൽപക്കത്തോടെ നോക്കി അതിനനുസരിച്ച് തന്റെ വീട്ടിൽ ഭർത്താവിന് അത്ര വരുമാനമില്ലെങ്കിലും അതിനനുസരിച്ച് ക്ഷമകേട് കാണിക്കുകയും പൊറുതികേട് കാണിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ വീട്ടിനകത്തും പുറത്തും സമാധാനം നൽകാത്തവരാണ്. പുറത്തേതായാലും സമാധാനം, അകത്തു വന്നാലും സമാധാനം നൽകില്ല. ഉണ്ടങ്ങനത്തെ വീടുകൾ. പല സ്ത്രീകളും അത് ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് അവരുടേതായ അവരുടെ നാട്ടിലെ പല സംഭവങ്ങളും, കല്യാണവും സൽക്കാരവും ഒക്കെ നടക്കുന്ന അതിനൊക്കെ വെവ്വേറെ വേഷങ്ങൾ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, കടുത്ത ലോണുകൾ എടുക്കുന്നു, അത് വീട്ടാൻ പ്രയാസപ്പെടുന്നു. ഒക്കെ കടബാധ്യത മുന്നിൽ വന്ന് ചേരുകയാണ്. എന്താ ഒരു അച്ചടക്കം പാലിച്ചാൽ? അവനവന്റെ കഴിവനുസരിച്ച് ചെലവഴിച്ചാൽ എന്താ? നമുക്ക് ഒരു ഉമർവാദിന്റെ കാലത്ത് ഒരു സംഭവം നോക്കുക. ജാബിർ ബിൻ അബ്ദുള്ള ചെറിയ യുവാവാണ്. അദ്ദേഹത്തിന്റെ പിതാവ് യുദ്ധത്തിൽ മരിച്ചതാണ്. റസൂൽ എടുത്തു പറഞ്ഞൊരു കുടുംബമാണ്. ഉമർവാദിന്റെ അങ്ങാടിയിൽ വരുമ്പോൾ ജാബിറിനെ ഒരു പുതിയ കൈ പിടിച്ചു വരുന്നത് ഒരു ഖലീഫയാണ്. എന്താ ജാബിർ എന്ന് വെച്ചാൽ, അപ്പോ അദ്ദേഹം പറഞ്ഞു, അടുത്ത് പരിചയമുള്ള ആളുകളാണ്. അങ്ങാടിയിൽ ഒരു സ്പെഷ്യൽ മാംസം വന്നിരുന്നു, ഞാനത് വാങ്ങിച്ചതാണ്. ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്, സ്വാഭാവികമാണ്, യുവാവാണ്. ഇവരുടെ ചോദ്യം എന്താ? നിങ്ങൾ അങ്ങാടിയിൽ കിട്ടുന്നതൊക്കെ വാങ്ങണമെന്നുണ്ടോ? ഹറാമല്ലാത്ത പറഞ്ഞത്. ജാബിർ പറഞ്ഞ ഹറാമായ കാര്യമല്ല. ഷുഗർ പഠിപ്പിക്കുന്നത് ഒരു സാമൂഹികമായ സംസ്കാരമാണ്. അങ്ങാടിയിൽ വരുന്ന എല്ലാ സ്പെഷ്യലുകളും നമ്മൾ വാങ്ങിക്കൊള്ളണമെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊരു അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അത് വാങ്ങിയത് ഹറാമാകുന്നത് കൊണ്ടല്ല. അതേ പറഞ്ഞു, പൂർവികളൊന്നും ഇങ്ങനെ അല്ലല്ലോ ജീവിച്ചു പോയത്. അപ്പൊ നമ്മളുടെ സാമ്പത്തിക സൗകര്യവും നമ്മളുടെ വരുമാനവും ഒക്കെ മനസ്സിലാക്കി പെരുമാറാൻ രണ്ടു ഭാഗത്തുള്ളവരും ശ്രദ്ധിക്കണം. പുരുഷൻ സ്ത്രീ ശ്രദ്ധിക്കണം.
എന്നാൽ സ്ത്രീകളുടെ ഭാഗത്ത് ഈ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധ ആവശ്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ഖുർആൻ പറയുന്ന ഒരു വാക്യം ശ്രദ്ധിക്കുക, ഓരോരുത്തരും അവരവന്റെ കഴിവനുസരിച്ച് ചെലവഴിക്കുക. സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾ അള്ളാഹു എത്രയാണോ നൽകിയത് അത് ചെലവഴിച്ചാൽ അത്രേ ബാധ്യതയുള്ളൂ. ഞാൻ ഇത്ര കൊടുത്തില്ല വീട്ടുകാർക്ക് എന്നതിന് കുറ്റമില്ല, കിട്ടിയതിനനുസരിച്ച് ചെലവഴിച്ച്. ഓരോരുത്തർക്കും എന്താണോ നൽകിയത് അതിനനുസരിച്ചുള്ള ചുമതല അള്ളാഹു നൽകുന്നുള്ളൂ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എത്രയാണോ സാധ്യത ഉള്ളത് അത്രയും ബാധ്യതയും ഒരാൾക്ക് വരുന്നുള്ളൂ. ആ സാധ്യത മനസ്സിലാക്കി പെരുമാറാൻ വീട്ടിനകത്തുള്ളവരും പുറത്തുള്ളവരും കൊണ്ടുവരുന്നവരും സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നവരും ശ്രദ്ധിച്ചാൽ മനസ്സമാധാനത്തോടു കൂടി വീട്ടിനകത്ത് ജീവിക്കാൻ കഴിയും. ഈ ആവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ പല രീതിയിൽ വരുത്തി വെക്കുന്നത് ഒരു അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം പുലർത്തിയാൽ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മളുടെ സമാധാന ജീവിതത്തിൽ നല്ലതാണ്, ഇഹലോക ജീവിതത്തിൽ നല്ലതാണ്, പരലോക ജീവിതത്തിൽ നല്ലതാണ്. ഇതിലേക്ക് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ വീട്ടിലേക്ക് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ, പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ തുറന്ന് സംസാരിക്കാവുന്നതാണ്. സംസാരിച്ചുകൊണ്ട് തന്നെ പരിഹരിച്ചു പോകാൻ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകുന്നതാണ്. ഒരു കാര്യം ഓർത്താനുള്ളത്, ഇന്ന്